സ്വാഗതം വീണ്ടും ന്യൂസ് തിയേറ്ററിലേക്ക്. ലോകത്തെമ്പാടുമുള്ള ഫുട്ബോൾ പ്രേമികളുടെ ഏറ്റവും വലിയ അഭിലാഷം എന്നുള്ളത് അവർ ഇഷ്ടപ്പെടുന്ന ഫുട്ബോൾ താരങ്ങളെ കൺമുന്നിൽ കാണുക എന്നാണ്. ഇങ്ങനെ തങ്ങൾ ഇഷ്ടപ്പെടുന്ന ഫുട്ബോൾ ദൈവങ്ങളെ കൺമുന്നിൽ കാണാനായതിന്റെ സന്തോഷത്തിലാണ് ദോഹയിലെ ഫുട്ബോൾ പ്രേമികൾ എല്ലാവരും തന്നെ. ലോകത്ത് ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ക്ലബ്ബുകളിൽ ഒന്നാണ് ബയേൺ മ്യൂണിച്ച്. ഇവരിപ്പോൾ പരിശീലനത്തിനായി ദോഹയിലെത്തിയിരിക്കുകയാണ്. നമുക്കറിയാം, 2014 ജർമ്മനിക്ക് കിരീടം നേടിക്കൊടുത്ത സൂപ്പർ താരങ്ങളായ തോമസ് മുള്ളറാകട്ടെ, മാനുവൽ ന്യൂറാകട്ടെ, ഹമ്മൽസ, പിന്നെ ലെവാൻഡോസ്കി, റോബൻ ഹമേഷ് റോഡ്രിഗസ്, ഇവരെല്ലാവരും ദോഹയിലെത്തിയിട്ടുണ്ട്. അതിൻ്റെ സന്തോഷത്തിലാണ് അവിടെയുള്ള ഫുട്ബോൾ പ്രേമികളെല്ലാവരും തന്നെ. മറ്റൊരു മീഡിയാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷമുള്ള കാര്യം എന്നുള്ളത് ഈ ലോകോത്തര താരങ്ങളുടെ ദൃശ്യങ്ങൾ പകർത്താൻ അവസരം ലഭിച്ച ഏക ഇന്ത്യൻ ചാനൽ മീഡിയ വൺ ആണ്. എന്തായാലും നമുക്ക് ബയേൺ മ്യൂണിച്ചിൻ്റെ പരിശീലനം നടക്കുന്ന ആ ഗ്രൗണ്ടിലെ വിശേഷങ്ങൾ കാണാം. ഞങ്ങളുടെ ദോഹ പ്രതിനിധി PC സൈഫുദ്ദീനാണ് ആ വിശേഷങ്ങൾ നമ്മളുമായി പങ്കുവയ്ക്കുന്നത്. സായികുമാർ, ഞാനിപ്പോഴുള്ളത് ദോഹയിലെ ആസ്പയർ സോണിലെ ഫുട്ബോൾ ട്രെയിനിങ് പിച്ചിലാണ്. ഈ ആസ്പയർ സോണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ലോകകപ്പിനായി ഖത്തർ ആദ്യം നിർമ്മിച്ച ഖലീഫ സ്റ്റേഡിയത്തിൻ്റെ കസ്റ്റോഡിയൻ ആസ്പയർ സോണാണ്. ഈ ഖലീഫ സ്റ്റേഡിയം ഉൾപ്പെടെയുള്ളവ പരിപാലിക്കുന്നതും അവത് നിർമ്മിച്ചതുമെല്ലാം ആസ്പയർ സോണാണ്. ഖലീഫ സ്റ്റേഡിയത്തിൻ്റെ തൊട്ടു താഴെയാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഈ ഫുട്ബോൾ ട്രെയിനിങ് പിച്ച് ഉള്ളത്. ഇവിടുത്തെ ഏറ്റവും വലിയ കാഴ്ച എന്ന് പറയുന്നത് ബയേൺ മ്യൂണിച്ച് എന്ന ജർമ്മൻ ക്ലബ്ബ് ബുണ്ടസ് ലീഗയിൽ ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ടീമുകളിലൊന്നായ ബയേൺ മ്യൂണിച്ചിൻ്റെ ഫുൾ ടീം ഇവിടെ ഇപ്പോൾ ട്രെയിനിങ്ങിനെത്തിയിരിക്കുന്നു എന്നതാണ് ദോഹയിലെ ഫുട്ബോൾ പ്രേമികളെയും ഖത്തറിലെ മുഴുവൻ ജനങ്ങളെയും ഏറ്റവും സന്തോഷിപ്പിക്കുന്ന ഘടകം എന്ന് പറയുന്നത്. ബയേൺ മ്യൂണിച്ച് എന്നത് ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും നിലവിലുള്ള ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച കളിക്കാരുടെ ഒരു പട തന്നെയുള്ള ടീമാണ് ബയേൺ മ്യൂണിച്ച്. അതിൽ റോബർട്ടോ ലാവൻഡോസ്കി എന്ന ലോകത്തിലെ ഏറ്റവും പ്രതിഭാധനനായ മുന്നേറ്റ നിരക്കാരനുണ്ട്. 2014 ലോകകപ്പിൽ ജർമ്മനിക്ക് ലോക കിരീടം നേടിക്കൊടുക്കാൻ ഏറ്റവും കൂടുതൽ സഹായിച്ച താരമാണ് തോമസ് മുള്ളറുണ്ട്. ജർമ്മൻ ടീമിലെ ജോഷ്വ കിമ്മിച്ചുണ്ട്. കൊളംബിയയുടെ മധ്യനിര താരം ഹമേഷ് റോഡ്രിഗസ് ഇപ്പോൾ റയൽ മാഡ്രിഡിലായിരുന്നു. റയൽ മാഡ്രിഡിൽ നിന്നും ലോണിൽ ഇപ്പോൾ അദ്ദേഹം ബയേൺ മ്യൂണിച്ചിന് വേണ്ടിയാണ് കളിക്കുന്നത്. ഹമേഷ് റോഡ്രിഗസ് കളിക്കുന്നുണ്ട്. പിന്നെ പഴയ പടക്കുതിരകൾ എന്ന് നമ്മൾ ഫുട്ബോൾ ലോകം വിശേഷിപ്പിക്കുന്ന ഫ്രാങ്ക് റിബറി, ഫ്രാൻസിൻ്റെ എക്കാലത്തെയും മികച്ച താരങ്ങളിൽ ഒരാളായ ഫ്രാങ്ക് റിബറി ഉണ്ട്. ഒപ്പം ഹോളണ്ടിൻ്റെ ഏറ്റവും മുൻനിര കളിക്കാരിൽ ഒരാളായ ആര്യൻ റോബനുണ്ട്. ഇക്കഴിഞ്ഞ ലോകകപ്പിൻ്റെ ഫൈനലിൽ കളിച്ച ഒരുപടി താരങ്ങളുണ്ട്. ഫ്രാൻസിൻ്റെ കൂമാൻ, ടൊളീസോ ഉൾപ്പെടെയുള്ള താരങ്ങളെല്ലാം ഈ ട്രെയിനിങ് സെഷനു വേണ്ടി ദോഹയിൽ എത്തിച്ചേർന്നിരിക്കുന്നു എന്നതാണ് സവിശേഷമായ കാര്യം. 6 ദിവസത്തേക്കാണ് ബയേൺ മ്യൂണിച്ച് ആസ്പയർ സോണിൽ വിൻ്റർകാല പരിശീലനത്തിന് വേണ്ടി, ശൈത്യകാല പരിശീലനത്തിന് വേണ്ടി എത്തിയിരിക്കുന്നത്. നേരത്തെ PSG പലപ്പോഴായി ഈ ദോഹ ആസ്പയർ സോണിലെത്തി പരിശീലനത്തിന് എത്തിയിട്ടുണ്ട്. ഏറ്റവും ഉന്നത നിലവാരമുള്ള ഏറ്റവും അത്യന്താധുനിക സൗകര്യങ്ങളാണ് ദോഹ ആസ്പയർ സോണിൽ പരിശീലനത്തിന് വേണ്ടിയും ഫുട്ബോൾ താരങ്ങൾക്ക് വേണ്ടിയും ഇവിടുത്തെ പിച്ചിലൊക്കെ ഒരുക്കിയിട്ടുള്ളത് എന്നതാണ് ഈ മുൻനിര ക്ലബ്ബുകളെയും താരങ്ങളെയും ഒക്കെ ദോഹ ആസ്പയർ സോണിലേക്ക് ആകർഷിക്കുന്നത്. എന്തായാലും ബയേൺ മ്യൂണിച്ചിൻ്റെ ഇപ്പോഴത്തെ നിലവിലെ അവസ്ഥ എടുത്തു നോക്കുമ്പോൾ ബുണ്ടസ് ലീഗയിൽ അവർ 2ാം സ്ഥാനത്താണ് ഇപ്പോഴുള്ളത്. ബൊറൂഷ്യ ഡോട്ട്മുണ്ടാണ് ഇപ്പോൾ 1ാം സ്ഥാനത്തുള്ളത്. 6 പോയിൻ്റ് പിറകിലാണ് ബുണ്ടസ് ലീഗയിൽ ഇപ്പോൾ ബയേൺ മ്യൂണിച്ച് ഉള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു ചെറിയ ബ്രേക്ക് കഴിഞ്ഞ് വീണ്ടും സീസൺ തുടങ്ങുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമായ ഒരു ഘട്ടത്തിലേക്കാണ് 2ാം സീസൺ തുടങ്ങുന്നത്. ബൊറൂഷ്യ ഡോട്ട്മുണ്ട് എന്ന് പറയുന്നത് അവരുടെ ചിര വൈരികളാണ്. ആ ചിര വൈരികൾ 1ാം സ്ഥാനത്ത് കുതിക്കുമ്പോൾ എന്ത് വില കൊടുത്തും ഒരു പുതിയ തുടക്കം, ഒരു റീസ്റ്റാർട്ട് ബയേൺ മ്യൂണിച്ചിന് ലഭിക്കേണ്ടതുണ്ട്. അതിനുള്ള പരിശീലനം കൂടിയാണ് ഇവിടെ നടക്കുന്നത്. നമുക്കിപ്പോൾ താരങ്ങളുടെ കൂടെ, ക്ലബിൻ്റെ കൂടെ തന്നെ അവർ എവിടെ പോയാലും കൂടെ സഞ്ചരിക്കുന്ന ഒരുപടി ആരാധകർ ഇപ്പോൾ ബയേൺ മ്യൂണിച്ചിൻ്റെ ആരാധകർ, ജർമ്മനിക്കാരായ ബയേൺ മ്യൂണിച്ചിൻ്റെ ആരാധകർ ഇവിടെ ഉണ്ട്. നമുക്ക് അവരോട് ബയേൺ മ്യൂണിച്ചിൻ്റെ വിശേഷങ്ങൾ ചോദിക്കാം. My name is Bernd Hoffmann. I'm the president of Bayern Fan Club Nappburg-Oberpfalz. Here? Oh, it's very fantastic. We fly with airplane from Bavaria. Yesterday we come to Doha, and we hope this is the second time we are here, and fantastic people, and it's a fantastic feeling here in Doha, and we hope that the next 6 days we have a very good time here, and we hope when the end of the Liga, we are
also the best. Dortmund is second and Bayern is the first. I think it is so. It will be a good feeling for the fans. They will come to Qatar. I think we come too, and we will come the next 2-3 years to the training, and then we are the fans who know all the country, and we will wait for the was heißt Weltmeisterschaft? Wie heißt denn Weltmeisterschaft? Sorry. അപ്പോൾ ബയേൺ മ്യൂണിച്ചിൻ്റെ ഒരു കട്ട ആരാധകനാണ് നമുക്ക് മുന്നിൽ വിശേഷങ്ങൾ പങ്കുവെച്ചത്. അദ്ദേഹം പറയുന്നതും അതാണ്. ഒരു നിർണായകമായ ഘട്ടത്തിലാണ് ഇപ്പോൾ ബയേൺ മ്യൂണിച്ച് ഉള്ളത്. 2ാം സ്ഥാനത്താണ് ഇപ്പോൾ. ഇനി കൂടുതൽ മത്സരങ്ങളില്ല. അതുകൊണ്ട് തന്നെ ഇനി മികച്ച പ്രകടനം കാഴ്ചവെച്ചാൽ മാത്രമേ ബൊറൂഷ്യ ഡോട്ട്മുണ്ടിനെ മറികടന്ന് 1ാം സ്ഥാനത്തേക്ക്. എന്തായാലും ഫുട്ബോൾ പ്രേമികൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു പിടി താരങ്ങളുടെ പരിശീലന വിശേഷങ്ങളാണ് നമ്മൾ കണ്ടത്. ദോഹയിൽ നിന്ന് PC സൈഫുദ്ദീൻ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് കണ്ടത്. ഇതോടെ